ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടെ നിങ്ങളോട് പറയാം. എന്റെ അമ്മയെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും പട്ടിണിയാണ്. എന്റെ ബാല്യകാലത്തെ പറ്റിയാണ് പറയുന്നത്. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണം അമ്മ എന്താണ് ചോറാക്കി പൊതിയാക്കി ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ തന്നുവിടും. അങ്ങനെ എന്താണ് വിറക് പോലും ഇല്ലാതെ, ഗ്യാസ് ഇല്ലാത്ത, കറണ്ട് ഇല്ലാത്ത വീട്ടിൽ തേക്കിന്റെ കരിയിലേക്ക് പറക്കി വെച്ച് ഒരു ദിവസം പ്രഭാതത്തിൽ അമ്മ എനിക്ക് പൊതിച്ചോറ് കെട്ടിത്തരികയാണ്. സ്കൂളിൽ 3.5 കിലോമീറ്റർ നടന്നു പോകണം. ഞാൻ അങ്ങനെ പോകാറായപ്പോൾ എന്റെ അമ്മ, ഞങ്ങൾ സഹോദരന്മാർ തമ്മിലൊന്ന് വഴക്കുണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അമ്മ, ഈ കഷ്ടപ്പെട്ട അമ്മ തേക്കിൻ കരിയിൽ വെച്ച് ഊതി ആസ്മാരോഗിയായിരിക്കുന്ന അമ്മ എനിക്ക് ഭക്ഷണപ്പൊതി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോകാൻ നേരം പറഞ്ഞു, മോനെ പൊതി റെഡി ആയിട്ട് നീ കൊണ്ടുപോക്കണം പറഞ്ഞു. ഞാൻ എന്താണ് അഹങ്കാരം കൊണ്ടും വഴക്കുണ്ടാക്കുന്നവരും ആയതുകൊണ്ട് അമ്മയോട് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കടന്നുപോയി. നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം മുമ്പോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അമ്മ എന്നെ നിറകണ്ണുകളോട് നോക്കി നിൽക്കുകയാണ്. കാരണം അമ്മ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് മേടിക്കുവാനുള്ള താഴ്മ എനിക്കില്ലാതെ അഹങ്കാരത്തോടു കൂടി ഞാൻ കടന്നുപോയി. എന്നാൽ ഉച്ച സമയത്ത് എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെയും ഉച്ചഭക്ഷണം എന്താണ് കഴിക്കുകയാണ്. അവരെന്താണ് നല്ല സുഗന്ധമൂറുന്ന എന്താണ് ആ ഭക്ഷണങ്ങളൊക്കെ അഴിച്ച് കഴിക്കുമ്പോൾ ഞാൻ വിശന്ന് ആ വരാന്തയിൽ നിൽക്കേണ്ടി വന്നതിന്റെ കാര്യം എന്താണ്? ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. എന്റെ അമ്മ എനിക്ക് കഷ്ടം സഹിച്ച് ഭക്ഷണം നൽകി തരാഞ്ഞത് കൊണ്ടാണോ? അല്ല. എന്റെ അഹങ്കാരം കൊണ്ടാണ്. ആ അമ്മ തന്ന ഭക്ഷണത്തെ നിരസിച്ചത് വഴിയാണ് ഞാനെന്ന് പട്ടിണിക്കിരുന്നത് പോലെ. എന്നെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. അവനെ വിളിച്ചപേക്ഷിക്കാത്തത് കൊണ്ട് അത്രേ നിങ്ങൾ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്.